നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് താങ്ങാനാകുന്നില്ല, എങ്കിലും പറയാതിരിക്കാനും കഴിയുന്നില്ല. വീണ്ടും ഗൾഫ് രാഷ്ട്രത്തിൽ നിന്ന് ഏറെ ദുഃഖകരമായ വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. കോവിഡ് ബാധിച്ച് കണ്ണൂർ സ്വദേശി അജ്മാൻ മരിച്ചതായി റിപ്പോർട്ട്. പേരാവൂർ കോളയാട് സ്വദേശി ഹാരിസ് മരണപ്പെട്ടതായി ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചു. ഇന്ന് പുലർച്ചെ അജ്മാനിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു മരണം. സ്വകാര്യ കമ്പനിയിൽ PRO ആയി ജോലി ചെയ്യുകയായിരുന്നു ഇദ്ദേഹം. ഇതോടുകൂടി ഗൾഫ് രാഷ്ട്രങ്ങളിൽ തുടരെ മരിച്ചത് 4 പ്രവാസി മലയാളികളാണ്. അതും മണിക്കൂറുകൾക്കുള്ളിലാണ് യുവാക്കളുടെ മരണം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് പ്രവാസ ലോകത്ത് ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. എന്നാൽ തന്നെയും കൊറോണ ബാധയെ തുടർന്ന് മലയാളികളുടെ മരണം നാടിനാകെ കണ്ണീരിലാഴ്ത്തുകയാണ്. ഏകദേശം ഒരാഴ്ചക്കിടയിൽ തന്നെ 13 മരണമാണ് വിദേശത്തു നിന്ന് മാത്രം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. സൗദിയിൽ 2, UAEയിൽ 2, പിന്നെയുള്ളതെല്ലാം തന്നെ രേഖപ്പെടുത്തിയത് ന്യൂയോർക്കിലുമാണ്. ഗൾഫ് രാഷ്ട്രങ്ങളിൽ കൊറോണ ബാധിച്ച് മരിച്ചത് മലപ്പുറം സ്വദേശി സഫ്വാൻ, കണ്ണൂർ സ്വദേശി ഷബ്നാസ്, അതോടൊപ്പം തന്നെ UAE തൃശൂർ കയ്പമംഗലം സ്വദേശി 3 പീടിക തേപ്പറമ്പിൽ ഫരീദ് എന്നിവരാണ് കൊറോണ ബാധയെ തുടർന്ന് മുൻപ് മരിച്ചതായി രേഖപ്പെടുത്തിയത്. ദിനംപ്രതി വിദേശ രാജ്യങ്ങളിൽ പ്രവാസികൾ രോഗബാധിതരാകുന്നു എന്നുള്ള കണക്കുകളും ഏവരെ ഞെട്ടിപ്പിക്കുകയാണ്. നാടിനാകെ കണ്ണീരിലാഴ്ത്തി കോവിഡ് ബാധിച്ച് ന്യൂയോർക്കിൽ ഇന്ന് മാത്രം 4 മലയാളികളാണ് മരിച്ചത്. കൊട്ടാരക്കര കരിക്കകം സ്വദേശി ഉമ്മൻ കുര്യൻ, പിറവം പാലച്ചുവട് പാറശ്ശേരിൽ കുര്യാക്കോസിന്റെ ഭാര്യ ഏലിയാമ്മ കുര്യാക്കോസ്, ജോസഫ് തോമസ്, ശില്പ നായർ എന്നിവരാണ് മരിച്ചത്. ഇതോടെ അമേരിക്കയിൽ മരിച്ച മലയാളികളുടെ എണ്ണം 9 ഉയർന്നിരിക്കുകയാണ്. ഇവർക്ക് പിന്നാലെ ന്യൂയോർക്ക് മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് അതോറിറ്റി ഉദ്യോഗസ്ഥനായിരുന്ന തൊടുപുഴ മുട്ടം ഇഞ്ചനാട് തങ്കച്ചൻ, ന്യൂയോർക്കിൽ നേഴ്സായിരുന്ന തിരുവല്ല കിഴക്കുമുറി ഗ്രേസ് വില്ലയിൽ ഏലിയമ്മ, ന്യൂയോർക്കിലെ എൽമണ്ടിൽ ബിസിനസ് നടത്തുന്ന തിരുവല്ല വളഞ്ഞവട്ടം വലിയ പറമ്പിൽ തൈക്കടവിൽ സജി എബ്രഹാമിന്റെ മകൻ ഷോൺ S. എബ്രഹാം, പത്തനംതിട്ട ഇലന്തൂർ സ്വദേശി തോമസ് ഡേവിഡ്, പത്തനംതിട്ട സ്വദേശി കുഞ്ഞമ്മ എന്നിവർ കഴിഞ്ഞ ദിവസങ്ങളിൽ US മരണമടഞ്ഞിരുന്നു. ഒരു നാടിനെ മുഴുവൻ സങ്കടത്തിലാഴ്ത്തിക്കൊണ്ടാണ് ഇത്തരം മരണവാർത്തകൾ പുറത്തുവരുന്നത്. നമ്മുടെ നാടിന്റെ നെടുംതൂണായ പ്രവാസികളുടെ മരണവാർത്ത ഏറെ ഞെട്ടലുളവാക്കിയിരിക്കുകയാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.